നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. ഈ ലോകവും അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. അല്പസുഖങ്ങൾ നൽകിയിടും ലോകം നാശത്തിൻ പാതകൾ തുറന്നു തരും. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം വാട്ട് ഷാൽ വി ഹാവ്? ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മാവും ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 27 വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 19 verse 27. Then answered Peter and said unto him, Behold, we have forsaken all and followed you. What shall we have therefore? പത്രോസ് യേശുവിനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ആമേൻ. ഇന്ന് എല്ലാവരുടെയും സ്നേഹം എന്ത് കിട്ടും എന്നതിനെ ആശ്രയിച്ചാണ്. പത്രോസ് ഒരിക്കൽ ഇതേ ചോദ്യം യേശുവിനോട് ചോദിച്ചു. ആ ചോദ്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് ദൈവം നൽകിയത്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. മത്തായി 19:27. ഈ സ്പെയ്ഡ് മെൻറ്റാലിറ്റി ആൻഡ് ഷൗൽ മെൻറ്റാലിറ്റി, രണ്ട് മനോഭാവം. 4% ആൾക്കാരും കർത്താവിൻ്റെ പുറകെ പോകുന്നത് ഈ സ്പീഡും കൊണ്ടാണ്. ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ഈ ഷൗൽ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇത് കോരി അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇവിടുന്ന് കോരി അങ്ങോട്ട് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കുന്ന മകനെ മകളെ, നിന്റെ കയ്യിലിരിക്കുന്ന മൺവെട്ടിയാണോ അതോ ഷൗലാണോ? കടലിൽ രാത്രി മുഴുവനും മീൻ പിടിക്കാൻ അധ്വാനിച്ചിട്ടും യാതൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ശിമയോനും മറ്റുള്ളവരും പടക് കരയ്ക്ക് അടുപ്പിച്ച് വല കഴുകുക ആയിരുന്നു. ആ പടവുകളിൽ ശിമയോനുള്ളതായ ഒന്നിൽ നമ്മുടെ കർത്താവ് കയറി. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ യേശു ശിമയോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനുള്ള വല ഇറക്കുവാൻ പറഞ്ഞു. യേശു പറഞ്ഞ പ്രകാരം അവർ വല ഇറക്കി. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ശിമയോനും കൂട്ടരും സംഭ്രമിച്ചു. പിന്നീട് യേശു ശിമോനോടായി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ
നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ലൂക്കോസ് 5:10. അത് കേട്ടപ്പോൾ ശിമോനും കൂട്ടരും മീൻ നിറയുള്ള പടകുകളും കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇങ്ങനെ അനുഗമിച്ച പത്രോസ് ഒരിക്കൽ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ് കുറിവാക്യമായിട്ട് കർത്താവ് നമുക്ക് നൽകിയത്. ഞങ്ങൾക്കെന്ത് കിട്ടും? ഈ ചോദ്യം ഈ ആധുനിക യുഗത്തിലും ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഈ പെന്തക്കോസ് മാർഗത്തിൽ വന്നാൽ ഞങ്ങൾക്കെന്ത് കിട്ടും? സ്തോത്രം. പൗലോസ് കോടീശ്വരന്റെ മകനായിരുന്നു, എല്ലാം ഉള്ളവനായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ സ്പർശനം ലഭിച്ചപ്പോൾ സകലതും വിട്ട് ചപ്പും ചവറുമെന്നെണ്ണി കർത്താവിനെ ഒപ്പിയെടുത്ത് വിശുദ്ധ ജീവിതം നയിച്ചവനായിരുന്നു പൗലോസ്. പൗലോസ് കർത്താവിൻ്റെ കൂടെ ചേർന്നത് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിലല്ല, എനിക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. കർത്താവ് പൗലോസിനെ എടുത്തിട്ട് 14 ലേഖനങ്ങളാണ് എഴുതിപ്പിച്ചത്. നിന്റെ കയ്യിലിരിക്കുന്ന നിന്റെ കഴിവോ നിന്റെ PhD അതുകൊണ്ട് കർത്താവിൻ്റെ പുറകെ കൂടി എന്തടിച്ചു മാറ്റാം എന്നുള്ള ചിന്തയാണോ നിനക്ക്? കർത്താവിന് വേണ്ടി നാം പണമോ ധനമോ സമയമോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്ക പ്രതിഫലം തരുന്നവനാണ് ദൈവം. പത്രോസ് സകലവും വിട്ട് ദൈവത്തെ അനുഗമിച്ചവനാണ്. പത്രോസിന് എന്താണ് തിരികെ ലഭിച്ചത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പത്രോസ് മനുഷ്യരെ പിടിക്കുന്നവനായി. മാത്രമല്ല, അടിസ്ഥാന പാറയാകുന്ന യേശു പത്രോസിനോട് നീ പാറയാകുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, സ്വർഗത്തിൻ്റെ താക്കോലും നൽകി. മത്തായി 16:18-19 വാക്യങ്ങളൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു കാര്യം അല്പം നിന്നൊന്ന് ചിന്തിക്കണേ. കർത്താവിൻ്റെ സഭയുടെ മൂലക്കല്ല പത്രോസാകുന്ന പാറയല്ല, ക്രിസ്തു ആവുന്ന പാറയാണ്. കർത്താവിൻ്റെ സഭയുടെ തലവൻ പത്രോസല്ല, യേശു ക്രിസ്തു തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ പത്രോസാകുന്ന പാറയല്ല. പത്രോസ് പാറ കഷ്ണമാ, പാറ യേശു ക്രിസ്തുവാണ്. അപ്പോൾ തൽക്കാലം സമയത്തിൻ്റെ ഒരു വിഷയമുള്ളത് കൊണ്ട് ഞാനിവിടെ നിർത്തിയാണ്. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം പത്രോസിന് ലഭിച്ചു. പത്രോസ് താബോർ മലയിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ കഴിഞ്ഞു. പത്രോസിന് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം പത്രോസിന് ലഭിച്ചു. പത്രോസിന് താബോർ മലയിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ കഴിഞ്ഞു. യേശുവിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചോദിച്ച പത്രോസിന് ഒരു കാര്യം മനസ്സിലായി: യേശു നമ്മെ ജീവിതാന്ത്യം വരെ കരുതുന്നവനാണ് എന്ന്. അതുകൊണ്ട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്. 1 Peter 5:7, 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം പറഞ്ഞത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. യേശു ദൈവമാണ്. അമ്മ പറഞ്ഞത്, ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ, കർത്താവ് പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിർത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കും. ദൈവത്തിൻ്റെ അതിർത്തിൽ നിന്ന് പൊഴിയുന്ന വചനം, ആ വചനം ഏറ്റെടുത്ത് മക്കളെ നിങ്ങൾ ജീവിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാകും. അടഞ്ഞ വാതിൽ തുറയപ്പെടും. സകല രോഗവും സൗഖ്യമാകും. സകല ഭയവും വിട്ടുമാറും. നിന്റെ ജീവിതത്തിലെ കുറവുകൾ നീക്കാൻ മതിയായവനാണ് എന്നാണ് യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം പറഞ്ഞത്. പുത്രനെ അനുസരിക്കാനാ പറഞ്ഞത്, വചനം അനുസരിക്കാനാ യേശുവിൻ്റെ അമ്മ പറഞ്ഞത്. യേശുവിൻ്റെ അമ്മ ഒരിക്കലും പറഞ്ഞില്ല, ഓടി എല്ലാവരും എൻ്റെ അടുത്ത് പോവാ, ഞാൻ പറയുന്നത് പോലെ എൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന. യേശുവിൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. ഒരേ ഒരു മധ്യസ്ഥൻ, അവനെയാണ് യേശുവിൻ്റെ അമ്മ കാനായിലെ കല്യാണത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും പത്രോസിൻ്റെ കൈ കൊടുക്കാനല്ല പറഞ്ഞ്, കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്നാണ് പറഞ്ഞേ. നമ്മുടെ സ്വന്തം തലയിലെ മുടിയുടെ എണ്ണം നമുക്കറിയാമോ? എന്നാൽ അത് നമ്മുടെ ദൈവത്തിനറിയാം, കർത്താവിനറിയാം. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയാം. നമ്മുടെ ആയുസിൻ്റെ നീളവും അറിയാം. ഹല്ലേലൂയ.
ഇപ്പോൾ പലരുടെയും ആഗ്രഹം അവരെപ്പോഴും യൗവനത്തിൽ ഇങ്ങനെ നിൽക്കണമെന്നാണ്. അത് കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പലരുടെയും ഈ ബദാം പൂക്കുന്നത് അവർ തന്നെ അറിയുന്നില്ല. ഇപ്പോഴും പ്രായം 75 അവരുടെ ചിന്ത അവർ നിത്യ യൗവനക്കാരാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? എൻ്റെ മനുഷ്യ, നിന്റെ ബദാം പൂക്കട്ടെ. അത് വചനപ്രകാരമുള്ള ഒരു കാര്യമില്ല. നരച്ച തല, ശോഭയുള്ള കിരീടം. നമ്മുടെ സ്വന്തം തലയിലെ മുടിയുടെ എണ്ണം നമുക്കറിയാമോ? ഇല്ലല്ലോ. എത്ര പൊഴിഞ്ഞെന്നറിയാമോ? ഇല്ലല്ലോ. പൊഴിഞ്ഞത് എണ്ണാൻ പോകാതിരിക്കുകയാണ് നല്ലത്. എണ്ണിക്കഴിഞ്ഞാൽ ഉള്ളത് കൂടെ പൊഴിഞ്ഞ് താഴെ പോകും. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഇന്ന് പലരും ആവലാതിപ്പെടാറുണ്ട്. എന്തിനാ? ഞാൻ ഇത്രനാൾ ദൈവത്തെ സേവിച്ച് നടന്നിട്ട് ദൈവം തന്ന പ്രതിഫലം ഈ കഷ്ടതയും വേദനയും അല്ലേ എന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മറുപടിയുണ്ട്. നാം ചോദിക്കാത്തത് പോലും തരുന്നവനാണ് ദൈവം, അല്ലേ? ശലോമോനോട് ചോദിച്ചാൽ മതി. ശലോമോൻ പറഞ്ഞവർ, ഞാൻ അല്പം ജ്ഞാനത്തിന് വേണ്ടിയേ പ്രാർത്ഥിച്ചുള്ളൂ, എന്നാൽ ദൈവം ഞാൻ ചോദിക്കാത്തത് കൂടി എനിക്ക് നൽകി. മത്തായി 17:27 ദൈവത്തിൻ്റെ ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കെട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അതെടുത്ത് നിനക്കും എനിക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പം രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ടാക്സ് പേ ചെയ്തവനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പേരും പറഞ്ഞ് കള്ള ടാക്സ് ഉണ്ടാക്കി കറുത്തതിനെ വെളുത്തതിനെ കറുപ്പിച്ചൊക്കെ ഇരട്ടിപ്പിക്കൽ കമ്പനിയിൽ 2 കാലും വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ, നിന്നെ കർത്താവ് വിളിച്ചത് മീൻ പിടിക്കുന്നവനാക്കുമെന്നല്ല, മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്നാണ്. കർത്താവിൻ്റെ വഴി കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. പെട്ടകത്തിൽ സുരക്ഷിതരായിരുന്ന നോഹയും കുടുംബത്തെയും കരക്കടിപ്പിച്ചത് കാറ്റായിരുന്നു. ഇസ്രായേലിന് ദൈവം കാടപ്പക്ഷികളെ നൽകിയത് കാറ്റടിപ്പിച്ചാണ്. അപ്പോൾ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് നടുക്കടലിൽ നീ മുങ്ങുമ്പോൾ കരം തരുന്നവനാണ് ദൈവം എന്നതാണ് ഉത്തരം. പത്രോസ് കടലിൽ മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ യേശു കരം നൽകി അവനെ പിടിച്ചു കയറ്റി. മറ്റുള്ളവരെല്ലാം അവഗണിച്ചു പോകുമ്പോൾ ഞാനില്ലേ ചാരേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് യേശു. എന്നോട് ചേർന്നൊരാമയും പറയേ, ആമേൻ. അവന് ഹിസ്കിയാവിൻ്റെ ആയുസ്സിനെ 15 സംവത്സരം നീട്ടിക്കൊടുത്തവനാണ്. നിരാശയിൽ ആണ്ടുപോയ ഏലിയാവിനെ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞ് മടക്കിക്കൊണ്ടുവന്നവനാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് വിശക്കുന്നവർക്ക് തൃപ്തി വരുത്തുന്നവനാണ്. അബ്രഹാം യാഗവേദിയിലേക്ക് പോയപ്പോൾ യാഗമൃഗത്തെ നൽകി കരുതിയവനാണ്. ദൈവം സകലം അറിയുന്നു, ഒന്നും അവന് മറവായിരിക്കുന്നില്ല. അപ്പോൾ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ദൈവത്തിൽ നിന്ന് സകലതും ലഭിക്കുന്നു എന്ന് തന്നെയാണ്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവെന്ന മഹാദാനം തരുന്നു. ഈ ശക്തി സകലത്തിനും നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ ശക്തി ദുഷ്ടപിശാചിനോട് പോരാടുവാൻ നമുക്ക് ശക്തി നൽകുന്നു. ഈ ശക്തി പരീക്ഷകളിലും കഷ്ടങ്ങളിലും വീണുപോകാതെ നിൽക്കുവാൻ ധൈര്യം നൽകുന്നു. കാരാഗൃഹത്തിൽ സുഖമായി കിടന്നുറങ്ങുവാൻ പത്രോസിനും ഈ ശക്തി തുണയായി. യേശുവിൻ്റെ കാൽപാദങ്ങൾ ചുംബിക്കുവാൻ തക്കവണ്ണം തലകീഴെ കുരിശിൽ തറച്ച് രക്തസാക്ഷ്യം മരണം പ്രാപിക്കുവാൻ പത്രോസിനെ ശക്തനാക്കിയതും കർത്താവിൻ്റെ ഈ ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി ദൈവത്തിൻ്റെ വചനം തരുന്നു. ആ ചോദ്യം ചോദിച്ച പത്രോസ് തന്നെ അതിന് ഉത്തരം നൽകുന്നു. 1 Peter 5:4, 1 പത്രോസ് 5:4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇതുപോലെ മതിയല്ലോ. അതുകൊണ്ട് ഭൂമിയിലെ ഒരു ഇടയനെയും ഇടയശ്രേഷ്ഠ എന്ന് വിളിക്കരുത്. ഭൂമിയിൽ ഇടയശ്രേഷ്ഠന്മാരില്ല. അവിടെ ഒരു സ്തോത്രം, ചെറിയ ഇടയന്മാരേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന് കൊടുക്കാനുള്ള പദവി എടുത്ത് ഭൂമിയിൽ ഒരു അവറാച്ചനും കൊടുക്കരുത്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ മഹാ ഇടയനായ കർത്താവ് വരും. ജീവന്റെ കിരീടം, വാടാത്ത കിരീടം നമുക്ക് തരും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ ഈ സൗഭാഗ്യ തിരഞ്ഞെടുപ്പിനായി നന്ദി പറയുന്നപ്പ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തന്നെ ഒരു സമ്മാനമായി തീർന്ന് നശിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ കരങ്ങൾ തന്ന് നാശത്തിൽ നിന്നും ഞങ്ങളെ വിടിവിച്ച്
അവിടുത്തെ സ്വന്തമാക്കിയതിനായി നന്ദി അപ്പ. അവിടുന്ന് തന്ന ഈ ജീവിതം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലാഭേച്ഛ കൂടാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ അവരെ പൊതിയണം. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ല കാലാവസ്ഥ നൽകി ഞങ്ങളുടെ സംസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. സ്തോത്രം. എല്ലാ പ്രതികൂല കാലാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ നാടിന് ആവശ്യമായ മഴ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങളുടെ ബിസിനസ്സുകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ സ്വർഗം അറിഞ്ഞ് ഞങ്ങളെ കരുതുന്നതിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. ഈ ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. വരുവാനിരിക്കുന്നതൊന്നുമേ നമ്മൾ അറിയുന്നില്ലെന്നോർത്തിടണം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ ജീവനും ആത്മാവും സമർപ്പിച്ചിടാം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ ജീവനും ആത്മാവും സമർപ്പിച്ചിടാം. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം?